നമസ്കാരം. ദുരന്തത്തിൽപ്പെട്ട മനുഷ്യരെ ദുരിതാശ്വാസ ക്യാമ്പ് ദുരന്തത്തിലേക്ക് എടുത്തെറിഞ്ഞ സർക്കാരിനെ കുറിച്ച് ഇപ്പോ ക്യാമ്പിൽ കഴിയുന്ന ഒരു അമ്മ പറഞ്ഞ അല്ലെങ്കിൽ ഒരു വയോധിക പറഞ്ഞ പ്രതികരണം വന്നിട്ടുണ്ട്. കാര്യം ഏത് അനുഭവവും മനുഷ്യർക്കാണല്ലോ. ആ അനുഭവം നേരിടുന്ന സന്ദർഭത്തിലാണല്ലോ ഇന്നലകളിൽ സംഭവിച്ചിരുന്ന റിയാലിറ്റി എന്ത്, ഇന്നത്തെ യാഥാർത്ഥ്യം എന്തെന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. അങ്ങനെ ഉള്ളിൽ നിന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഒന്ന് കേട്ടെ. ഈ ക്യാമ്പുകളിൽ നിങ്ങൾ എത്തി വളരെ പെട്ടെന്ന് ഇറങ്ങേണ്ടി വന്നതാണ്. സൗകര്യങ്ങളൊക്കെ ഈ ക്യാമ്പിലൂടെ വെളിച്ചം പോലും ഇല്ല, വെളിച്ചവും ഇല്ല, യാതൊന്നുമില്ല. ഞങ്ങൾ ആകെപ്പാടെ അനാഥയായിട്ട് നടക്കും. ഒരു ഗുളിയൊക്കെ എത്ര നേരം നിന്നത് ഗുളികയില്ല. ഏതാണ്ട് ഈ ഒരു ഗുളിയാ തന്നത്. ക്യാമ്പിലേക്ക് നിങ്ങളെ മാറ്റുന്നല്ലാതെ സൗകര്യങ്ങളൊന്നും എന്തോ സൗകര്യങ്ങളാണ്, എന്തോ എന്തിനാ ഇത് എന്തോയിനായി ഗവൺമെന്റ് ഞങ്ങളുണ്ടായിട്ടല്ലേ ഇവര് കയറി പോന്നു. ഇനി ഞങ്ങൾ കണ്ടോളാം. ഇതിനെക്കാട്ടി എന്ത് ഡീസന്റ് ആയിരുന്നു വിജയൻ, ഇതിനെക്കാട്ടി എന്ത് ഡീസന്റ് ആയിരുന്നു വിജയൻ, ഇതിനെക്കാട്ടി എന്ത് ഡീസന്റ് ആയിരുന്നു വിജയൻ. കേട്ടല്ലോ, ഇതിനേക്കാൾ എത്ര മികച്ചതായിരുന്നു വിജയൻ. ഏത് വിജയൻ? പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി. കാര്യം മനുഷ്യരുടെ സന്തോഷങ്ങൾക്കൊപ്പമല്ലല്ലോ ഒരു ഭരണാധികാരി നിലനിൽക്കേണ്ടത്, അല്ലെങ്കിൽ അവരെ നയിക്കുന്നവർ നിലനിൽക്കേണ്ടത്. ഏതൊരു മനുഷ്യനും ദുരിതത്തിൽപ്പെടുമ്പോൾ അവനെ കൈപിടിക്കാൻ, അവനെ ചേർത്ത് നിർത്താൻ, അവന് ആശ്രയമാകാൻ ഒരു ഭരണാധികാരിക്ക് കഴിയണം. അതാണല്ലോ ഒരു ഭരണാധികാരിക്ക് ഉണ്ടാകേണ്ട ക്വാളിറ്റി എന്ന് പറയുന്നത്. അത് കേവലം ഒറ്റ ദിവസം കൊണ്ട് കേരളത്തിലെ ജനത്തിന് ബോധ്യപ്പെട്ടു എന്നതാണ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത്. ഒരുപക്ഷെ ലൈവായി പോയത് കൊണ്ടായിരിക്കാം നാട്ടുകാർക്ക് അത് കേൾക്കാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ വിനു വി ജോണിനെ പോലുള്ളവർ എപ്പോഴേ അതിനെ മുക്കിയേനെ. കാര്യം ജനമാണല്ലോ ജനാധിപത്യത്തിൽ ഏറ്റവും വലുത്. ആ ജനങ്ങൾക്ക് ഒരു ദുരിതം വരുന്ന കാലഘട്ടത്തിൽ അവരെ നയിക്കുന്നവർ എങ്ങനെ സഹായിക്കുന്നു എന്ന് അവർ അഭിപ്രായം പറയുമ്പോഴാണ് ആ അഭിപ്രായത്തിന് മനോഹാരിത ഉണ്ടാകുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ എന്ത് വിഷയങ്ങളുടെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ആ ജനങ്ങളാണ്. അങ്ങനെയുള്ള ഒരു ജനത്തിന്റെ പ്രതികരണം വരുമ്പോൾ അതിനേക്കാൾ മികച്ചതായിട്ടുള്ള എന്തെങ്കിലും ഒരു നേട്ടം കഴിഞ്ഞുപോയ സർക്കാരിന് കിട്ടാനുണ്ടോ? ഈ നാട്ടിലെ ജനങ്ങൾ ദുരിതത്തിൽപ്പെട്ടപ്പോഴെല്ലാം മുന്നിൽ നിന്ന് നയിച്ചു. ഒരിടത്തും ഒളിച്ചോടിയില്ല, ബിരിയാണി കഴിക്കാൻ പോയില്ല, അല്ലെങ്കിൽ പ്രത്യേക വിരുന്ന് സൽക്കാരങ്ങളിൽ പങ്കെടുക്കാൻ പോയില്ല. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി അവിടെ ഇരുന്ന് കാര്യങ്ങളെ കൃത്യമായി നിയന്ത്രിച്ചു. എവിടങ്ങളിൽ പോരായ്മയുണ്ടോ അവിടങ്ങളിലെല്ലാം സർക്കാരിന്റെ സംവിധാനങ്ങൾ കണ്ണടച്ചു തുറക്കുന്ന വേഗതയിൽ എത്തിപ്പെട്ടു. അതായിരുന്നു ക്രൈസിസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതൊക്കെ ഇനി എന്തിനാവശ്യം? നമ്മൾക്ക് എല്ലാ സുഖലോലുപതകളും വന്നു ചേരുമ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നവരെ ഒന്ന് ബോറടിക്കും, അല്ലെങ്കിൽ അവരിൽ ഒരു പുതുമ നഷ്ടപ്പെടും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? നമ്മളൊരു ചേഞ്ച് ആഗ്രഹിക്കും. ആ ചേഞ്ച് ആഗ്രഹിച്ചവർ തന്നെ പറയുകയാണ്, ഞങ്ങളാണല്ലോ ഇതുവരെയൊക്കെ ആക്കിയത്, ഇനി വരട്ടെ എന്ന് പറയുമ്പോൾ വൈകിപ്പോയതിലുള്ള ആ നിരാശ ആ അമ്മയുടെ വാക്കുകളിൽ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേരളം ഒന്നടങ്കം കേവലം 3ാമത്തെ മാസത്തിൽ കേരളത്തിലെ ജനങ്ങൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്തിന് ഈ വയ്യാവേലി വലിച്ചു വെച്ചു എന്നുള്ളത്. ഈ ക്യാമ്പുകളിൽ നിങ്ങൾ എത്തി വളരെ പെട്ടെന്ന് ഇറങ്ങേണ്ടി വന്നതാണ്. സൗകര്യങ്ങളൊക്കെ ഈ ക്യാമ്പിലൂടെ വെളിച്ചം പോലും ഇല്ല, വെളിച്ചവും ഇല്ല, യാതൊന്നുമില്ല. ഞങ്ങൾ ആകെപ്പാടെ അനാഥയായിട്ട് നടക്കും. ഒരു ഗുളിയൊക്കെ എത്ര നേരം നിന്നത്. ഗുളികയില്ല. ഏതാണ്ട് ഈ ഒരു ഗുളിയാ തന്നത്. ക്യാമ്പിലേക്ക് നിങ്ങളെ മാറ്റുന്നല്ലാതെ സൗകര്യങ്ങളൊന്നും എന്തോ സൗകര്യങ്ങളാണ്, എന്തോ എന്തിനാ ഇത് എന്തോയിനായി ഗവൺമെന്റ് ഞങ്ങളുണ്ടായിട്ടല്ലേ ഇവര് കയറി പോന്നു. ഇനി ഞങ്ങൾ കണ്ടോളാം. ഇതിനെക്കാട്ടി എന്ത് ഡീസന്റ് ആയിരുന്നു വിജയൻ, ഇതിനെക്കാട്ടി എന്ത് ഡീസന്റ് ആയിരുന്നു വിജയൻ, ഇതിനെക്കാട്ടി എന്ത് ഡീസന്റ് ആയിരുന്നു വിജയൻ.